കുവൈറ്റിന്റെ അയൽരാജ്യമായ ഇറാഖിൽ സംഘർഷാവസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികൾ തെല്ല് ആശങ്കയിലാണ്. വാർത്തയിലേക്ക്. ഇറാഖിൽ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷ കുവൈറ്റ് ശക്തമാക്കിയിട്ടുണ്ട്. അക്രമം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കുവൈറ്റ് ഇറാഖിനോട് ആവശ്യപ്പെട്ട് രംഗത്തുമെത്തി. അയൽരാജ്യത്ത് പ്രക്ഷോഭം പടരുന്ന സാഹചര്യത്തിൽ പൊതുവായുള്ള കരുതലിന്റെ ഭാഗമായാണ് കുവൈറ്റ് അതിർത്തി ജാഗ്രത പാലിക്കുന്നത്. സമരം അടിച്ചമർത്തുമെന്നാണ് ഇറാഖ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചിതറിയേക്കാവുന്ന പ്രക്ഷോഭകർ കുവൈറ്റിലേക്ക് കടക്കാനുള്ള സാധ്യത പരിഗണിച്ചാണ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയത്. ഇറാഖിലുള്ള കുവൈറ്റ് പൗരന്മാരോട് ആൾക്കൂട്ടത്തിൽ നിന്നും പൊതുനിരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാജ്യത്ത് സുസ്ഥിരത കൈവരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് ഇറാഖ് സർക്കാർ മുന്നോട്ട് വരണമെന്ന് UN രക്ഷാ കൗൺസിലിലെ കുവൈറ്റിന്റെ സ്ഥിരം പ്രതിനിധി മൻസൂർ അൽ ഉദൈബി ആവശ്യപ്പെട്ടു. നിലവിലെ അപ്രിയമായ ഈ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഇറാഖിന് ശേഷിയുണ്ട്. അവരുടെ പരമാധികാരത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഇറാഖിന്റെ സുസ്ഥിരത കുവൈറ്റിന്റെയും താല്പര്യമാണ്. സ്ഥിരതയും വികസനവും സാധ്യമാക്കാൻ സർക്കാരിന്റെ ശ്രമങ്ങളോട് ഇറാഖി ജനത സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ലോകമൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് കുവൈറ്റിലെ കലാപം. കുവൈറ്റ് ചരിത്രത്തിൽ അങ്ങനൊരു കലാപം, അങ്ങനൊരു യുദ്ധം എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയൊരിക്കലും അങ്ങനൊരു സംഘർഷം കുവൈറ്റ് ജനതയും ലോകവും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുവൈറ്റ് പ്രവാസികളും അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ്. കുവൈറ്റിൽ സമാധാനം നിലനിൽക്കണം. അയൽ രാജ്യങ്ങളും അങ്ങനെ തന്നെ കുവൈറ്റുമായി സഹകരിക്കണം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.